മലയാള നാട്ടിൻ അഭിമാന കേന്ദ്രം ദീനി ഉദൂമിൻ ഒളിലെങ്കു സ്ഥാനം പുകളൻ ജാമിഅ നൂറിയ ഇന്നെ ഒലിവോട് വാർഷിക ഘോഷമിലാണ് പുകളൻ ജാമിഅ നൂറിയ ഇന്നെ ഒലിവോട് വാർഷിക ഘോഷമിലാണ് നേർന്നിടുന്നേ 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 ജാമിഅ ജയ് ജയ് ജാമിഅ ജയ് ജയ്. പുസ്തക പ്രസാധക രംഗത്ത് പരിവർത്തന വിപ്ലവവുമായി നൂറുൽ ഉലമ സ്റ്റുഡൻസ് അസോസിയേഷൻ. നൂറുൽ ഉലമ സ്റ്റുഡൻസ് അസോസിയേഷൻ കൈരളിക്ക് സമർപ്പിക്കുന്ന ഏറ്റവും പുതിയ പുസ്തകങ്ങൾ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മറ്റ് ഇസ്ലാമിക പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ ഇസ്തിഗാസയെക്കുറിച്ച് ആധികാരികമായി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് രചിച്ച ഇസ്തിഗാസ വിമർശനങ്ങൾക്ക് മറുപടി. ജുമുഅ ഖുതുബയെ മലയാളീകരിക്കുന്ന ബിദ്അത്തുകാരുടെ ജൽപ്പനങ്ങൾക്കെതിരെ തെളിവുകളുടെ പിൻബലത്തിൽ ശൈഖുന ശംസുൽ ഉലമായുടെ ആധികാരിക രചന ജുമുഅ ഖുതുബ. നേർവഴിയിൽ നന്മ വിളയിച്ച 25ഓളം വ്യക്തികളുടെ സംഭവബഹുലമായ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത ഏതാനും കഥകളുടെ സമാഹാരം റോസാ ദളങ്ങൾ. അന്ത്യദൂതരോടുള്ള അദമ്യമായ അനുരാഗവും അചഞ്ചല വിശ്വാസവും നിമിത്തം തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വന്ന നക്ഷത്രതുല്യരായ സ്വഹാബാ കിറാമിന്റെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത ഏതാനും സംഭവങ്ങൾ ചരിത്രത്തിന്റെ ചിറകുകളിൽ. ശൈഖുന കെ അബ്ദുള്ള മുസ്ലിയാർ രചിച്ച അറബി മലയാള നിഘണ്ടു അൽ ജവാഹിർ. ശംസുലിവാം താജ സയ്യിദ് പൂക്കോയ ശംസുലിവാം താജ സമുദായത്തിൻ ആത്മീയതയുടെ നിറവായി തീർന്നോരെ അങ്ങ് ശ്രേഷ്ഠതയുറ്റോരെ അശ്റഫുൽ പൗത്ര പരമ്പര കൊളിവായി തീർന്നോരെ പുണ്യ സയ്യിദ് പൂക്കോയ സയ്യിദ് പൂക്കോയ ശംസുലിവാം താജ സയ്യിദ് പൂക്കോയ ശംസുലിവാം താജ. കൊടപ്പനക്കൽ കുടുംബനാമ മനശ്വരമായി തീർത്തോരെ കുടിലൊരു വെള്ളപ്പട തടങ്കലടക്കം ത്യാഗം സഹിച്ചോരെ കൊടപ്പനക്കൽ കുടുംബനാമ മനശ്വരമായി തീർത്തോരെ കുടിലൊരു വെള്ളപ്പട തടങ്കലടക്കം ത്യാഗം സഹിച്ചോരെ നീതി ന്യായാധിപൻ നീതി തൻ പാലകൻ നീതി ന്യായാധിപൻ നീതി തൻ പാലകൻ സയ്യിദ് പൂക്കോയ ശംസുലിവാം താജ സയ്യിദ് പൂക്കോയ ശംസുലിവാം താജ സമുദായത്തിൻ ആത്മീയതയുടെ
താരാട്ട് പാടിക്കിടക്കുന്ന ഫൈസാബാദിന്റെ മണ്ണിൽ വൈജ്ഞാനിക വിപ്ലവം സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വൈജ്ഞാനികാകാശ ഗംഗയിലെ സൂര്യഗോളം തെന്നിന്ത്യയിലെ അത്യുന്നത മതകലാലയം പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ 45ാം വാർഷിക 43ാം സന്നിധാന ഐതിഹാസിക മഹാസമ്മേളനത്തിന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ തൃക്കരങ്ങൾ കൊണ്ട് സമസ്തകിട അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത ധവള കുങ്കുമ ത്രിവർണ്ണ പതാക വാനിലേക്കുയർത്തി പാറി തത്തി കളിക്കുന്നതോടുകൂടി സമാരംഭം കുറിക്കുകയായി. മുഴുവൻ ആളുകൾക്കും PMS പോക്കോയത്തങ്ങൾ നഗരിലേക്ക് ഹൃദ്യമായ സ്വാഗതം. بسم الله الرحمن الرحيم. صلى نبينا محمد صلى الله عليه وسلم إلى أرواح آبائه وإخوانه. آمين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين. واغفر لنا إنك أنت الغفور الرحيم. آمين. آمين. ബഹുമാനപ്പെട്ട നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ SM ജിഫ്രി തങ്ങൾ, ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയും നമ്മുടെ ജാമ്യയുടെ എക്സിക്യൂട്ടീവ് മെമ്പറുമായ സൂഫി സാഹിബ്, KKCM തങ്ങൾ, ഈ യോഗത്തിൽ പ്രസംഗിക്കാൻ വരികയും നമ്മുടെ എല്ലാ പരിപാടികളിലും എല്ലാ വർഷവും കൃത്യമായി പങ്കെടുക്കുകയും ചെയ്യുന്ന കുണ്ടോട്ടി MLA മമ്മുണ്ണി ഹാജി സാഹിബ്, ജാമ്യയുടെ ഉസ്താദുമാരായ EF ഉസ്താദ്, മൊയ്തീൻ കുട്ടി മുസ്ലിയാർ ഉസ്താദ്, ബഹുമാനപ്പെട്ട എരമംഗലം, ബഹുമാനപ്പെട്ട കടമ്പേരി റഹ്മാനിയ അറബിക് കോളേജിന്റെ പ്രിൻസിപ്പളും വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറിയുമായ കോട്ടുമല വാപ്പു മുസ്ലിയാർ, ഗൾഫിലെ നേതാവും നമുക്കെല്ലാം സുപരിചിതനുമായ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തന രംഗത്ത് വളരെ മുമ്പന്തിയിൽ നിൽക്കുന്ന അബുദാബിയിലെ ജീവനാഡിയായ സയ്യിദ് അലി മുസ്ലിയാർ കാളാവ്, അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ പ്രസംഗിക്കുവാനുണ്ട്. അതുപോലെ തന്നെ ഈ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുവാനുണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അൽമുനീർ പരിചയപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ ഈ ചീഫ് എഡിറ്ററാണ് അൽമുനീറിന്റെ, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുകയാണ്. എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സദസ്സിലുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം പൂർത്തിയാക്കുകയാണ്. 1-2 വാക്ക് മാത്രം ജാമ്യയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമ്മുടെ ജാമ്യ എല്ലാ വർഷവും ഉദ്ഘാടന സമ്മേളനം ഇതുപോലെ തന്നെ ഇവിടെ നടക്കാറുണ്ട്. ഇപ്രാവശ്യത്തെ ഉദ്ഘാടന സമ്മേളനം ബഹുമാനപ്പെട്ട നമ്മുടെ സെക്രട്ടറി തങ്ങൾ പറഞ്ഞു, ഒന്നും കൂടി വിശാലമാക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങള് ഇവിടെ ഒരു 2000 കസേര ഇടത്തക്ക രീതിയിൽ നമ്മുടെ യോഗത്തിന് മുൻപ് കൂട്ടിയിട്ടുണ്ട്. കസേര തികഞ്ഞത് കൊണ്ട് ആളുകളൊക്കെ നിൽക്കുകയാണ്. അപ്പൊ 5000 കസേര ഇട്ടിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കുകയാണ്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ വളരെ ജിജ്ഞാസയോട് കൂടെ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇനി നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനം തന്നെ ഇത്ര വലിപ്പത്തിലാവുമ്പോ മറ്റന്നാൾ മഗ്‌രിബിയോടുകൂടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ കമ്പൗണ്ടൊക്കെ നിറഞ്ഞൊഴുകി ഈ ജാമിയ എല്ലാവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഒരു നേർച്ച ബർക്കത്ത് പോലെ ഈ സ്ഥാപനത്തിന്റെ യോഗത്തിലേക്ക് ജനങ്ങൾ ഒഴുകുകയാണ്. ഇതൊരു മുബറക്കായ സ്ഥലമാണ്, സ്ഥാപനമാണ്, എല്ലാവർക്കും അറിയാം.
അതുകൊണ്ട് ഞാൻ നീട്ടിയൊന്നും പറയുന്നില്ല. 5000-ഓളം പൈലിമാർ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ PVS മുസ്തഫ പൂക്കോയ തങ്ങൾ നബറല്ലാഹു മർക്കത്തുഹു ആമീൻ മഹാനവറുകൾ എപ്പോഴും പറയും, ഒരു 500 ആളെ ഈ സ്ഥാപനത്തിൽ ചേർക്കണം. അതിന്റെ വാഫക്കി തങ്ങളുടെ ആഗ്രഹമായിരുന്നു, പൂക്കോയ തങ്ങളുടെ ആഗ്രഹമായിരുന്നു. അത് സഫലീകരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവര് വഫാത്തായി പോയത്. ഇന്നിവിടെ 560 വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നീട്ടിയാണെന്നും പറയുന്നില്ല. നമ്മുടെ ഈ സ്ഥാപനത്തിന് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കും അതുപോലെ തന്നെ നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാരുമെല്ലാം ഒരുപാട് പ്രായം ചെന്നവരും രോഗമുള്ള ആളുകളുണ്ട്. നമ്മുടെ ഉസ്താദുമാരുമെല്ലാം അവരുടെ എല്ലാ ആഫിയത്തിനു വേണ്ടി നിങ്ങളെപ്പോഴും ദുആ ചെയ്യണമെന്ന് വസിയത്തോടു കൂടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട അഭിവന്ന നമ്മുടെ നേതാവ് ഈ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറിയുമായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ ആദരപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സഹോദരന്മാർ, നമ്മുടെ ജാമിയ നൂരിയ അറബി കോളേജിന്റെ 45-ാം വാർഷിക 43-ാം സനദ്ദാന സമ്മേളനമാണ് ഇന്നും നാളെയും മറ്റന്നാളുമായിക്കൊണ്ട് ഇവിടെ നടക്കാനിരിക്കുന്നത്. ഇന്ന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രാഥമിക സെഷൻ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി സാംസ്കാരിക പ്രതിസന്ധിയല്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി വ്യാപാര വാണിജ്യ പ്രതിസന്ധിയല്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയല്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി മാനവ പ്രതിസന്ധിയാണ്, ഹ്യൂമൻ ക്രൈസിസ് ആണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. മഹാന്മാരായ ബഹുമാനപ്പെട്ട സയ്യിദുമാരെ, മഹാന്മാരായ ആലിമീങ്ങളെ, ഉസ്താദുമാരെ, ദീനിന്റെ ശക്തിയായ ബഹുമാനപ്പെട്ട ഉമറാക്കളെ, ദീനിന്റെ പ്രതീക്ഷയായ ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, ബഹുമാനമുള്ള യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, അല്ലാഹു തആല ഈ ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും നമുക്കും ഉസ്താദുമാർക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നാം കടമപ്പെട്ടവർക്കും നമ്മോട് കടമപ്പെട്ടവർക്കും എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു തരട്ടെ. അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി മരണം വരെ അധ്വാനിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഞാൻ വളരെ ഹ്രസ്വമായ ചില വാക്കുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ഭംഗിന്റെ രേണ അങ്ങനെ പറയാറുണ്ട്. ഇന്ന് ഞാൻ യഥാർത്ഥമായും അങ്ങനെ പറയുകയാണ്. അതിന് പ്രധാനമായും ഒരു കാരണം, സുഖമില്ലാതെ
എല്ലാ കാര്യങ്ങളും എല്ലാ പരിപാടികളും ഇന്നലത്തോടുകൂടെ ഒഴിവാക്കിയതായിരുന്നു. പക്ഷെ ജാമ്യയിലെ ഈ പരിപാടി ഇവിടെ വന്നു പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബറക്കത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല ഇതിൽ പങ്കെടുക്കുക എന്നുള്ളത് വലിയ ഒരു ഭാഗ്യമായും ഇതിലേക്ക് ക്ഷണിക്കപ്പെടുക എന്നത് തന്നെ വലിയ ഒരു ഭാഗ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാ മുൻഗാമികളായ സ്വാലിഹീങ്ങളോടുകൂടെയും ജന്നാത്തുൽ നഈമിൽ നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടട്ടെ. അതുകൊണ്ട് വളരെ കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. പ്രത്യേകിച്ച് തബ്ലീഗ് ജമാഅത്ത് എന്നതാണ് വിഷയം. ചില ഭൗതികമായ താല്പര്യമുള്ള ചില ആളുകൾ അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദം സമസ്തയുടെ ശബ്ദവും വില കുറപ്പിക്കണം എന്ന ഉദ്ദേശമുള്ള ചില ആളുകൾ ഈ അടുത്ത കാലഘട്ടത്തിലായി എന്നെ തബ്ലീഗ് ജമാഅത്തുമായി കൂട്ടിക്കെട്ടിയ ചില പണികൾ നടത്തുകയുണ്ടായി. അതായിരിക്കും ഒരുപക്ഷെ ഈ കാര്യത്തിന് എന്നെ തന്നെ ഏൽപ്പിച്ചത് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ചില ആളുകൾ അതിനുവേണ്ടി അത് ശരിയാണെന്ന് ധരിച്ചോ എന്ന് പോലും ഞാൻ ന്യായമായും സംശയിക്കുകയാണ്. ഞാൻ എനിക്ക് പറയാനുള്ളത് വളച്ചുകെട്ടില്ലാതെ പറയുന്ന ഒരു നയമാണ് എൻ്റെ. കാരണം പ്രസംഗം എനിക്കൊരു തൊഴിലല്ല, അതൊരു പ്രധാനപ്പെട്ട ഇബാദത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് എത്ര കാലം എന്നുമില്ല, ഇലാഹ് ഉദ്ദേശിക്കുന്ന അത്ര കാലം എന്നേ അതിനൊക്കെ അർത്ഥമുള്ളൂ. ബഹുമാനപ്പെട്ട ദീനിന് എല്ലാ കാലഘട്ടത്തിലും ശത്രുക്കൾ ഉണ്ടാവും. ഹിദായത്ത് താമല്ലാത്ത, ഹിദായത്ത് പൂർത്തിയായി ലഭിക്കാത്ത ആളുകൾ മുഴുവനും അള്ളാഹുവിന്റെ വെളിച്ചമില്ലാത്ത ആളുകൾ. ദജ്ജാലിന് മുമ്പ് ഒരുപാട് ദജ്ജാലുകൾ വരുമെന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദജ്ജാൽ തന്നെയും അയാളുടെ പേര് ദജ്ജാൽ എന്നല്ലാത്ത മറ്റോ എന്താകും എന്നായിരിക്കും എന്ന് വളരെ വലിയ ഒരു ചർച്ച ബഹുമാനപ്പെട്ട ഉലമാ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഇബ്നു സയ്യാദ് ആകാം അല്ലെങ്കിൽ മറ്റാരാകാം എന്നൊക്കെയുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. ദുജ്ജലത്ത് എന്ന വാക്കിൽ നിന്നാണ് ദജ്ജാൽ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ദുൽജലത്ത് എന്ന വാക്കിന് ഇരുട്ട് എന്നാണ് അർത്ഥം. ദജ്ജാൽ എന്നാൽ ഇരുട്ടിന്റെ ആൾ എന്നാണ് അർത്ഥം. ആര് വെളിച്ചത്തിൽ നിന്ന് അന്യം നിന്ന് പോകുമോ അവനെല്ലാം ഇരുട്ടിന്റെ ആളുകളായി മാറും. അവർ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ രീതികൾ സ്വീകരിച്ച് ബഹുമാനപ്പെട്ട ദീനിന്റെ അടിസ്ഥാനം തകർത്ത് കളയാനുള്ള ശ്രമങ്ങളുമായി രംഗത്ത് വരും. അവരെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് അതാരു കാലഘട്ടത്തിലെ മുഅ്മിനീങ്ങളുടെ കടമയും കർത്തവ്യവുമാണ്. തബ്ലീഗ് ജമാഅത്ത് ഒരു നിലക്കും സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾ ബന്ധപ്പെടാൻ പാടില്ലാത്ത ഒരു സംഘടനയാണ്. ഇത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ആവശ്യമുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിലുള്ള ബഹുമാനപ്പെട്ട സമസ്ത മുശാവറയാണ് ഇത് ബിദ്അത്തിന്റെ കക്ഷിയാണ് എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അത് അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചമായി ഇവിടെ നിലനിൽക്കുകയും ആവശ്യാനുസാരം സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പിഴച്ച കക്ഷിയാണ്, ഇത് ബിദ്അത്തിന്റെ കക്ഷിയാണ് എന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾ സംശയിക്കുക പോലും ചെയ്യരുത്. തബ്ലീഗ് ജമാഅത്തിന് ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. എന്നാൽ ഏറ്റവും വലിയ അബദ്ധം, ഞാൻ അറിയുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അബദ്ധം, ഇന്ത്യയിൽ വഹാബിസത്തിന്റെ ജനകീയ പ്രചാരകരായി അവർ മാറി എന്നുള്ളതാണ്. അതവർക്ക് ഒരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല.
കഴിഞ്ഞ വർഷം അബുൽ ഖൈർ മൗലവിയും ഒരു സംഘം ആളുകളും എന്റെ അടുത്ത് വന്നിരുന്നു. നിങ്ങൾ ചെറുപ്പക്കാർ ഉസ്താദുമാരെ ഒന്ന് ബോധ്യപ്പെടുത്തുകയും ഞങ്ങളുടെ മേലുള്ള അസ്പൃശ്യത ഒന്നുകൂടി പുനഃപരിശോധിച്ചുകൂടെ എന്ന് നിങ്ങൾ ഉസ്താദുമാരുമായി ഒന്ന് ചർച്ച ചെയ്യുകയും ചെയ്യണമെന്ന് എന്റെ ഒരു പ്രസംഗം കഴിഞ്ഞ് കോഴിക്കോട് ഞാൻ ഇറങ്ങാനിരിക്കുമ്പോൾ ഇദ്ദേഹം കൂടെയുള്ള ഒരാൾ CH മരുമകനാണ് എന്നും പരിചയപ്പെടുത്തി. അങ്ങനെ കുറെ ധനാഢ്യന്മാരും അങ്ങനെ ഒരു വലിയൊരു കൂട്ടം ആളുകൾ അബുൽ ഖൈർ മൗലവിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം എന്റെ അടുക്കൽ അവർ വന്നു. ഞാൻ അവരോട് പ്രധാനമായും പറഞ്ഞത്, ഉസ്താദന്മാരോട് ഈ വിഷയം ഒന്ന് പുനഃപരിശോധിച്ചുകൂടെ എന്ന് ചർച്ച ചെയ്യാനോ അതിന്റെ ആ വിഷയത്തിലേക്ക് നീങ്ങുന്നതിനോ മുമ്പ് വഹാബിസവുമായി നിങ്ങളുടെ ബന്ധം എന്താണ്, വഹാബിസത്തിനെ നിങ്ങൾ കൊള്ളുമോ തള്ളുമോ എന്ന് നാളെ മുതൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നയം, പൊതുവായ നിങ്ങളുടെ നയം തീരുമാനിക്കുകയും ജനങ്ങൾക്കിടയിലുള്ള അവ്യക്തത തീർക്കുകയും ചെയ്യുകയാണെങ്കിൽ മറ്റേത് കാര്യവും മറ്റേത് വിഷയവും അതിൽ താല്പര്യമുണ്ടോ ഇല്ലേ അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അത്തഹിയാത്തിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കൽ നായയെയും പന്നിയെയും കഴുതയെയും ഓർക്കുന്നതിന് സമാനമാണ് എന്ന് തുടങ്ങിയ ഒരുപാട് അബദ്ധങ്ങൾ തബ്ലീഗ് ജമാഅത്തിൻ്റെതായും. എന്നാൽ അതിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങിയിരിക്കുന്നു, ഞങ്ങൾക്കതിൽ വാദമില്ല, അഭിപ്രായമില്ല എന്നൊക്കെ സ്വാഭാവികമായും പശ്ചാത്താപം ചെയ്യാവുകയാണ് അവർ ചെയ്യുകയാണെങ്കിൽ. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, തബ്ലീഗ് ജമാഅത്ത് ഇന്ത്യ രാജ്യത്ത് ജനകീയമായി വഹാബിസത്തിന്റെ പ്രചാരകരായി മാറി എന്ന്. ഇത് നിഷേധിക്കാൻ ഒരിക്കലും തബ്ലീഗ് ജമാഅത്തിന് സാധ്യമല്ല. ഈ അടുത്ത് ജമാഅത്തിന് പോയി വന്ന ഒരാൾ ഈ ആഴ്ച എന്നോട് 1-2 പ്രാവശ്യം അയാൾക്കൊരു ഖുർആൻ പരിഭാഷ വേണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു ഖുർആൻ പരിഭാഷ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ വേണ്ടവർക്ക് ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ അയാൾ വീണ്ടും എന്നോട് തൊട്ടടുത്ത ദിവസം ചോദിച്ചു, അമാനി മൗലവിയുടെ പരിഭാഷ ഞങ്ങൾ ഇവിടെ വായിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം? വളരെ കൂടുതൽ വിശദീകരണമുണ്ട്, നല്ല പരിഭാഷയാണ് എന്നൊക്കെ അതിന്റെ വളരെ വലിയ മഹത്വങ്ങൾ അയാൾ പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട KV മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു ബഹുമാനപ്പെട്ടവരുടെ പരിഭാഷ അത്യാവശ്യം വളരെ പ്രധാനമായ വിശദീകരണത്തോടു കൂടെ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. പിന്നെന്തിനാ മറ്റൊരു വ്യാഖ്യാനത്തിന്റെ അത്യാവശ്യം? ഇയാൾ നേരെ എന്നോട് പറഞ്ഞു, അമാനി പോയ അത്രയൊന്നും ബഹുമാനപ്പെട്ട KV ഉസ്താദിന്റെ പരിഭാഷയിൽ കാണുന്നില്ല. 2 ആഴ്ച നിങ്ങൾ ചിന്തിക്കണം. സുന്നിയായ പ്രവർത്തകൻ സുന്നി കാര്യങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ കൂടുതൽ സഹകരിച്ചിരുന്ന ഒരു സുന്നി പ്രമുഖനായ ഒരു മനുഷ്യൻ 1-2 ആഴ്ച തബ്ലീഗ് ജമാഅത്തിന്റെ കക്ഷിയോട് കൂടെ പോയപ്പോഴത്തിന് അടിസ്ഥാനപരമായ ആദർശങ്ങളിൽ എത്ര വലിയ വ്യത്യാസം അയാൾക്ക് വന്നു എന്ന്, ആ സമൂഹത്തിന്റെ പൊതുവായ നയം എന്താണെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഷാ മുഹമ്മദ് ഇല്യാസ് ആയാലും പിന്നീട് മള്ളൂർ നഅ്മാനി ആയാലും പിന്നീട് വന്നവർ ആര് തന്നെയായാലും അടിസ്ഥാനപരമായി വിശ്വാസപരമായി അവർ സ്വീകരിച്ചത് ഷാ ഇസ്മായിൽ ഷഹീദിന്റെ തഖ്വിയത്തുൽ ഈമാൻ അടിസ്ഥാനമായുള്ള വിശ്വാസ പ്രമാണങ്ങളാണ് എന്ന്. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട സംഗതിയാണ്. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട സംഗതിയാണ്. എന്തുകൊണ്ട്? ഇസ്മായിൽ ഷഹീദ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആശയം അതേ പ്രകാരത്തിലേക്ക് ഇന്ത്യ രാജ്യത്ത് പ്രചരിപ്പിച്ച അദ്ദേഹത്തിന്റെ തഖ്വിയത്തുൽ ഈമാന്റെ തനിപ്പകർപ്പ് ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസങ്ങളെ ഹനിക്കുകയും സുന്നത്തി ജമാഅത്തിന്റെ അനവധി ആളുകളെ ആലുസുന്നത്ത് ഭരണകൂടത്തോട് കൂടെ ചേർന്നുകൊണ്ട് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് കൂട്ടക്കല്ല് നടത്തുകയും ചെയ്ത കാര്യത്തെ ന്യായീകരിക്കുന്ന വിധത്തിലാണ് മുഹമ്മദ് മള്ളൂർ നഅ്മാനി തബ്ലീഗ് ജമാഅത്തിന്റെ ഒരുപാട് കാലഘട്ടത്തിന്റെ പ്രചാരകനും നേതാവും അഖിലേന്ത്യാ അമീറായിരുന്ന മുഹമ്മദ് മള്ളൂർ നഅ്മാനിയുടെ പുസ്തകം എന്റെ കൈവശമുണ്ട്. അദ്ദേഹം തബ്ലീഗ് ജമാഅത്തിന്റെ വിശ്വാസ രീതികൾ വിശദീകരിക്കുന്നുണ്ട്. ഈ വിശ്വാസ രീതികളിൽ അദ്ദേഹം പറയുന്നത് ലോകത്തെ സൂഫിയാക്കൾ എന്ന് പറഞ്ഞ
ഒരുപാട് ആളുകൾക്ക് മുഹമ്മദ് നബിയെ മദഹ് ചെയ്തതിൽ വലിയ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന്. ബുർദയിലെ ചില വരികൾ, യാ അക്രം ബൈത്ത് പോലെയുള്ള വരികളെല്ലാം ശിർക്കാണെന്ന് ഞങ്ങൾ പറയുന്നില്ലെങ്കിലും യൂഹിമു ശിർക, അത് ശിർക്കിനെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ബുർദയിലെ ചില വരികൾ യാ അക്രം ബൈത്ത് അടക്കമുള്ളവ ശിർക്കിനെ തോന്നിപ്പിക്കുന്നവയാണ് എന്ന് മുഹമ്മദ് മൻസൂർ നുഅ്മാനി വളരെ വ്യക്തമായി അവരുടെ വിശ്വാസത്തെ വ്യക്തമായി തന്നെ വിശദീകരിച്ചതായി കാണുന്നുണ്ട്. ഞാൻ നീട്ടി പറയുന്നില്ല, ഗൗരവമായി ഇത് ചിന്തിക്കാം. തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത് വഹാബിസത്തിന്റെ തനിപ്പകർപ്പാണ്. ആരും അതിൽ അംഗമാകരുത്. വഹാബിസത്തെ കുഴിച്ചു മൂടാതെ അള്ളാഹുവിന്റെ സത്യദീനിനെ മുന്നോട്ട് പോകാൻ ഒരു നിലക്കും സാധ്യമല്ല. ഇത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ്, വസ്തുതയാണ്. കാലം ഇതുവരെ ബഹുമാനപ്പെട്ട ദീൻ കടന്നു വന്ന എല്ലാ വഴികളെയും നിരാകരിക്കുകയും ബഹുമാനപ്പെട്ട സത്യദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ നിരാകരിക്കുകയും ചെയ്യുകയാണ് സത്യത്തിൽ വഹാബിസം ലോകത്ത് ചെയ്തിട്ടുള്ളത്. അതിന് പല ജാതി വിധങ്ങളും പല ജാതി രീതികളും ഉണ്ടായിട്ടുണ്ട്. ഇത് സത്യത്തിൽ ഒരു മുസൽമാനെ സ്വീകരിക്കാൻ പാടില്ലാത്ത രീതിയാണ്. ഈ വിഷയത്തിൽ പക്ഷേ ഇന്ത്യ രാജ്യത്ത് കേരളത്തിന്റെ പുറത്തേക്ക് കടന്നാൽ ഉലമാക്കൾക്കൊരു യൂണിറ്റി കാണാത്തത് കൊണ്ടായിരിക്കാം അഖിലേന്ത്യാ തലത്തിൽ ഒരു ഇസ്ലാമിസത്തിന്റെ പകർപ്പായി തബ്ലീഗ് ജമാഅത്ത് എണീറ്റ് നിൽക്കുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. അഹ്ലെ ഹദീസ് വളരെ തള്ളപ്പെട്ട ഒരു വിഭാഗമാണ് നോർത്ത് ഇന്ത്യയിൽ. പകരം അവിടെ ഇസ്ലാമിന്റെ ആളുകൾ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗമായി രംഗത്ത് വരുന്നത് സത്യത്തിൽ തബ്ലീഗ് ജമാഅത്താണ്. അതിന് അടിസ്ഥാനപരമായ കാരണം, എന്നാൽ ആ ഒരു ശൈലി കേരളത്തിൽ ഇല്ല. കേരളത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമായിനെ മറികടക്കാൻ ഇവിടെ ഒരു സമൂഹത്തിനും കഴിയില്ല എന്നത് അവൻ ഉത്തരവാദിത്തം അതിന്റെ അർഹതപ്പെട്ട രീതിയിലും തലത്തിലും നിന്ന് ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ നിർവഹിച്ചു എന്ന പരമമായ സത്യത്തെ മുൻനിർത്തിയാണ്. വളരെ ഗൗരവമായി മുസ്ലിമീങ്ങൾ ഇത് ചിന്തിക്കണം, മനസ്സിലാക്കണം. കർത്തവ്യം എവിടെ നിർവഹിക്കാതിരിക്കുന്നുവോ അവിടെ അബദ്ധങ്ങൾ കയറി വരിക സ്വാഭാവികമാണ്. അള്ളാഹുവിന്റെ ദീനിൽ നമസ്കാരത്തിന് ക്ഷണിക്കുക, നോമ്പിന് ക്ഷണിക്കുക, സുന്നത്ത് നമസ്കാരത്തിന് ക്ഷണിക്കുക, എന്നാൽ വിശ്വാസപരമായ കാര്യത്തിൽ ഒരു ബോധവും ഇല്ലാതിരിക്കുക. സുന്നിയായാലും വേണ്ടില്ല, മുജാഹിദായാലും വേണ്ടില്ല, ജമാഅത്തായാലും വേണ്ടില്ല, ഏത് രീതിയായാലും വേണ്ടില്ല, നമുക്ക് നമസ്കാരത്തിലേക്ക് ക്ഷണിക്കണം എന്ന് പറയുന്നത് വലിയ ഭീമമായ അബദ്ധമാണ്. നമസ്കാരം കൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ, വിശ്വാസമില്ലാത്ത നമസ്കാരം കൊണ്ട് ഒരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടേണ്ട ആളല്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഖബ്ബഹുല്ലാഹ് എന്ന ചങ്ങാടിയും നമുക്കറിഞ്ഞുകൂടെ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ 2 അധ്യായങ്ങളാണ് ആ തമ്മാടിയുടെ കാര്യത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ കാര്യത്തിൽ ബനുൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് വരവേ സൂറത്തുൽ മുനാഫിഖൂൻ ഇറങ്ങി എന്ന് മാത്രമല്ല സൂറത്തുൽ നൂറിന്റെ ധാരാളം ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ കാര്യത്തിലാണ്. ഇയാൾ ആരായിരുന്നു? ഹാഫിദ് ഇബ്നു കസീർ അടക്കമുള്ള മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. മദീന പള്ളിയിൽ സ്വഫ് ശരിയാക്കുന്ന താല്പര്യം വരെ അയാൾക്കുണ്ടായിരുന്നു. സുഫൂഫക്കും യഖ്റുജു ഇലൈനാ റസൂലുള്ളാഹ്, സുഫൂഫക്കും യഖ്റുജു ഇലൈനാ റസൂലുള്ളാഹ്. ഇതാ ഹബീബായ നബി വരാനായിട്ടുണ്ട്, സ്വഫ് ശരിയാക്കിയിരിക്കൂ എന്ന ആളുകളോട് പറയുന്ന കാര്യത്തിൽ, ജമാഅത്തിന് സ്വഫ് ശരിയാക്കുന്ന വിഷയത്തിൽ വരെ, ജുമാഅക്ക് സ്വഫ് ശരിയാക്കുന്ന വിഷയത്തിൽ വരെ വളരെ സാഗൂഢം താല്പര്യമുള്ള ആളായിരുന്നു ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന് ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീർ ഇബ്നു കസീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ മുനാഫിഖീങ്ങളെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, മുനാഫിഖീങ്ങൾ നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്നാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. എന്തുകൊണ്ട്? വിശ്വാസത്തിൽ അവർക്ക് യാതൊന്നുമില്ല. വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു ബലിഷ്ഠതയും അവർക്കില്ല. ഖുർആൻ എത്ര ഗൗരവമാണ്. വിശ്വാസമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ്. മുജാഹിദിന്റെ പള്ളിയിൽ കയറിയാൽ മുജാഹിദിന്റെ കൂലം, സുന്നികളുടെ പള്ളിയിൽ കയറിയാൽ സുന്നികളെ കൂലം. എങ്ങാനും കുനൂത്തുള്ള പള്ളിയിൽ കയറിയാൽ കുനൂത്തോടും, കുനൂത്തില്ലാത്ത പള്ളിയിൽ കയറിയാൽ കുനൂത്തില്ലാതെയാകും. നമസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന ഉള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യും, ഇല്ലാത്തതാണെങ്കിൽ ആ കോലത്തിൽ. ഇതെന്റെ ഏർപ്പാടാണ്.
വളരെ ഗൗരവമായി ചിന്തിക്കണം. ഈ ഒരു അയക്കുഴമ്പൻ നയമല്ലേ ഖുർആൻ ഏറ്റവും വിശദീകരിച്ചത്. അൽ ബഖറ മുതൽ നാസ് വരെ അല്ലാഹു തആല ഖുർആൻ വിശദീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഫാത്തിഹയുടെ വ്യാഖ്യാനമായി 113 അധ്യായങ്ങൾ അല്ലാഹു ഖുർആൻ, ബഹുമാനപ്പെട്ട ഫാത്തിഹയും വിശദീകരണമായ 113 അധ്യായങ്ങളും. ഇതാണല്ലോ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഇത് തുടങ്ങുകയാണ് അല്ലാഹു. എന്താ ആദ്യം പറഞ്ഞത്? മുഅ്മിനീങ്ങളെ വിശദീകരണമായി, മുഅ്മിനീങ്ങളെ മഹത്വമായി അല്ലാഹു 4 ആയത്ത് പറഞ്ഞു. പിന്നെ അസലിയായ കാഫിറിനെ വിമർശിച്ചുകൊണ്ട് 2 ആയത്ത് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് കേറി വമിനന്നാസ് മയഖൂലു ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ എന്ന് തുടങ്ങിയിട്ട് മുനാഫിക്കിനെ വിമർശിക്കുന്നത് 13 ആയത്താണ്. എന്താ അവരവസ്ഥ? അവരുടെ അവസ്ഥ താല്പര്യം കൂടുതൽ മറ്റിടത്തൊക്കെ. ആയത്തിന്റെ ശൈലി തന്നെ അങ്ങനെ പോകുന്നത്. മുഅ്മിനീങ്ങളെ കണ്ടാൽ അവർ പറയും ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയും. അവിടെ കൊടുക്കുന്നത് ശൈത്താന്മാർക്ക് സൗകര്യമുണ്ടാക്കിയവർ ശൈത്താന്മാരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുക. ഇത് വൈരാഗ്യ പുല്ലതീനാമൻ. ബൈ ചാൻസ് മുഅ്മിനീങ്ങളെ കണ്ടാൽ കാലുവാമൻ. എന്നാൽ സൗകര്യം ഉണ്ടാക്കിയിട്ട് ശൈത്താന്മാരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുക. എന്നിട്ട് എന്താ പറയാ? അവിടെ ഇസ്മിയ ജുംല മാത്രല്ല, ഇന്ന കൊണ്ട് തെക്കീതാക്കിയിട്ടുണ്ട്. കാലു ഇന്നമാന. വളരെ പിന്നെ ഞാൻ വിശദീകരിക്കുന്നില്ല. വിശ്വാസത്തിൽ ബലമില്ലാതെ എന്തുടീന വഹാബിസം അബദ്ധമാകുന്നു. അബദ്ധമാണോ എന്ന് സംശയിക്കുന്നവൻ പോലും അബദ്ധത്തിലാ. വഹാബിസം പരമമായ തെറ്റുതന്നെയാ. അല്ലാഹുവിന്റെ ദീനിന് ഇന്നത്തെ വില നശിപ്പിച്ചത് വഹാബികൾ മാത്രമാണ്. വഹാബികളെ പോലെ അല്ലാഹുവിന്റെ ദീനിന് ശത്രുവായ ഒരു ജനത അടുത്ത കാലഘട്ടത്തിൽ വന്നിട്ടില്ല. അവരെ ഏറ്റെടുക്കുകയാണ് സത്യത്തിൽ തബ്ലീഗ് ജമാഅത്ത് ചെയ്തത്. ഈ വിഷയം അതിന്റെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഇന്നത്തെ അമീറിനോട് ഞാൻ പറഞ്ഞപ്പോൾ ഒരു തീരുമാനവും അദ്ദേഹം പറഞ്ഞില്ല. വഹാബിസവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അത് ഇന്ന് നിലനിൽക്കുന്ന അബദ്ധങ്ങളിൽ ഭീമമായ അബദ്ധമാണ് എന്ന് നാളെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇന്നുവരെ അവർ മറുപടി പറഞ്ഞില്ല. പറയാൻ അവർക്ക് സാധ്യവുമല്ല. എന്തുകൊണ്ട്? ഈ വിദ്യാർത്ഥിനെ ജനകീയവൽക്കരിച്ചതിൽ അവർക്കാണ് മുഖ്യമായ പങ്കുള്ളത്. ഇവരെയാണ് സത്യത്തിൽ, ഈ രീതിയെയാണ് വളരെ ഗൗരവമായി മുസ്ലിമീങ്ങൾ പേടിക്കേണ്ടത്. എന്തുകൊണ്ട്? നിങ്ങൾ ആലോചിക്കുന്നില്ലേ ആ കാര്യം? മുഅ്മിനീങ്ങൾക്ക് 4 ആയത്ത്, കുഫറിന് 2 ആയത്ത്, എന്റെ മുനാഫിഖിന് 13 ആയത്ത് കൊടുത്തു. നേരെ 3 കക്ഷിയെ വിശദീകരിക്കുക. 3ആണല്ലോ പ്രധാനമായി കക്ഷി. 1 മുഅ്മിനീങ്ങൾ, 4 ആയത്ത്. അലിഫ് ലാം മീം കഴിഞ്ഞാൽ പിന്നെ 4 ആയത്ത്, ടോട്ടൽ 5. അത് മുഅ്മിനീങ്ങളെ കാര്യത്തിലാ. അലിഫ് ലാം മീം അല്ലാഹു അഅലം ബിമുറാദി. പിന്നെ 4 ആയത്ത് വരിക, പിന്നെ 2 ആയത്ത്. ആ 2 ആയത്ത് ഖാലിസായ കാഫിറിനാ. പിന്നെ 13 ആയത്താ മുനാഫിഖിന്റെ കാര്യത്തിൽ. എന്നാൽ അവർ ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. എവിടെയാ അവരിങ്ങനെ ഒരു തരം ഇന്നമാനഹൻ മുസ്ലിഹൂൻ, ഞങ്ങളാൾ നല്ല ആളുകളല്ലേ എന്ന് പറഞ്ഞ് നടക്കുന്ന ജനവിഭാഗമാണ്. ഇത് മുസ്ലിമീങ്ങൾക്ക് അന്യമല്ലാത്ത സംഗതിയാകുന്നു. വിശ്വാസേരായാലും വേണ്ടി ഞങ്ങൾ നിസ്കരിക്കുകയെന്ന് പറയുന്ന ഭീമമായ ബന്ധം. എന്റെ അമൽ ഈമാനില്ലാത്ത എന്റെ അമലാണ്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്റെ ഈമാനില്ലാത്ത എന്റെ അമല. സുബഹി കഴിഞ്ഞാൽ നമസ്കാരം മുസ്ലിമായി. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും രേഖപ്പെടുത്തുന്നുണ്ട്. മുസ്തഫ നബിയുടെ കാലത്ത് സല്ലല്ലാഹു മുസ്തഫ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് സുബഹി നമസ്കാരത്തിന് നേരം കഴിഞ്ഞിട്ട് ഒരാൾ മുസ്ലിമായി. സുബഹ നമസ്കാരം കഴിഞ്ഞ ഒരാൾ മുസ്ലിമായി. ളുഹറിന്റെ മുമ്പ് അയാൾ മരിച്ചു. ചിന്തിക്കേ. ഒരാൾ സുബഹ നമസ്കാരം കഴിഞ്ഞ മുസ്ലിമായി. ആ നേരം കഴിഞ്ഞിട്ടാ മുസ്ലിമായത്. ഖൈബറിലാണ് രംഗം. അദ്ദേഹത്തെ യഹൂദികളുടെ വീട്ടിൽ ആട് മേക്കുന്ന ഒരാളുണ്ടായിരുന്നു. ആ മനുഷ്യൻ എന്ത് ചെയ്തു? യഹൂദികൾ ഹബീബായ നബി ഖൈബറിൽ വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈബറിൽ വന്നു. ആളുകൾ പറഞ്ഞു, ഇവിടെ നബി വന്നിട്ടുണ്ട്, ഞങ്ങൾ നാളെ യുദ്ധത്തിന് പോവാണ് എന്ന് യജമാനൻ അടക്കമുള്ള യഹൂദികൾ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് തോന്നി, എന്നാൽ കാണണമല്ലോ നബിയോ, എങ്കിൽ ഈ ആളെ ഒന്ന് കാണണമല്ലോ എന്ന് തോന്നി.
പക്ഷെ പോകാൻ പറ്റില്ല. യഹൂദികൾ എങ്ങനെ അയാളെ വീട്. പിറ്റേന്ന് രാവിലെ അയാൾ ആടിനെയും തെളിച്ചിട്ട് നേരെ ആടിനെ മേക്കാൻ പോകുന്നത് പോലെ അഭിനയിച്ച് ആടിനെയും തെളിച്ച് ഇങ്ങനെ മലവാരം മറികടന്ന് ഇങ്ങനെ വന്ന് അയിന ബൈത്ത് മുഹമ്മദ്, മുസ്തഫ നബി അയിന മുഹമ്മദ്, എവിടെ മുഹമ്മദ് എന്ന ഈ നബി എന്നന്വേഷിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ ഹബീബായ റസൂലുള്ളാഹിന്റെ ആ ഹട്ട് കാണിച്ചു കൊടുത്തു. ഇവിടെ മുസ്തഫ നബി താമസിക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയുടെ അരികിൽ വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് പറഞ്ഞു, എന്തിലേക്കാണ് ഈ ആളുകളെ ക്ഷണിക്കുന്നത്? മുസ്തഫ നബിയോട്. ഇയാള് ഒന്നും അറിയാത്ത ഒരു പാവാണ്, ഒരു അബിസീനിയക്കാരൻ, കറുകറുത്ത് ഇങ്ങനെ ചുണ്ടൊക്കെ തടിച്ചു മലച്ചു പോയ ഒരു മനുഷ്യൻ, ഒരു വിരൂപി, ഒന്നുമില്ലാത്ത ഒരാൾ. എന്തിലേക്കാ ക്ഷണിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വ മുഹമ്മദുർ റസൂൽ. എന്തിലേക്കാ ക്ഷണിക്കുന്നത്? അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ശരി, എന്നാൽ അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് എനക്കും അംഗീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ എനിക്ക് പറഞ്ഞു താമ. ഹബീബായ നബി അയാൾക്ക് പരിശുദ്ധ ഷഹാദത്ത് കലിമ 2 പറഞ്ഞു കൊടുത്തു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് 2 പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അത് പറഞ്ഞതുപോലെ ചെയ്തു, ഷഹാദത്ത് കലിമ ചെയ്തു. അപ്പോൾ അയാൾ ചോദിച്ചു, ഇനി എന്താ ഞാൻ ഈ ആടുകളെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ ആടിന്റെ ആളാണല്ലോ, എന്താ ചെയ്യേണ്ടത്? യഹൂദികൾ അടുത്തേക്ക് പോയാൽ യഹൂദികൾ ഞാൻ വിടില്ല, എന്ത് ചെയ്യും? ഹബീബായ നബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ആടിനെ തൊളിച്ചിട്ട് അങ്ങനെ ആടിനെ കൂട്ടുന്ന ഭാഗത്തേക്ക് അങ്ങനെ അങ്ങോട്ട് തൊളിച്ച് വിട്ടേക്ക്. അവിടെ അങ്ങോട്ട് വിട്ടാൽ പിന്നെ ആട് അങ്ങോട്ട് പോയിപ്പോ, എന്നിട്ട് നീ ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞു മുസ്തഫ നബി അയാളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങോട്ടാ ഇവർ പോകണതെന്ന് ചോദിച്ചു. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ഇവർ യുദ്ധത്തിന് പോവാണ്. പടച്ചട്ട അണിഞ്ഞു നിൽക്കുന്ന സ്വഹാബികളെ കണ്ടു. ഇയാൾ ആടിനാക്കി മടങ്ങി വന്നപ്പോൾ കുറച്ച് സ്വഹാബികൾ പടച്ചട്ട അണിഞ്ഞു നിൽക്കുന്നത് യുദ്ധത്തിന് ഒരുങ്ങി പോവാം. ഇവരെങ്ങോട്ടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതെ, ഇവർ യുദ്ധത്തിന് പോവാൻ. എനിക്ക് പോവാൻ പറ്റുമോന്ന് ചോദിച്ചു മുസ്തഫ നബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ നിനക്ക് പോകാൻ പറ്റും. എന്നാൽ ആരെ കയ്യിൽ നിന്നോ ഒരു പടച്ചട്ടയും ഒരായുധവും കടം വാങ്ങി യുദ്ധത്തിലേക്ക് എടുത്തു ചാടി ഈ മനുഷ്യൻ റളിയല്ലാഹു അൻഹു. കുറച്ചു നേരം കഴിഞ്ഞില്ല, വളരെ കുറഞ്ഞ നേരം കൊണ്ട് വളരെ കുറഞ്ഞ നേരം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആളുകൾ ആ മനുഷ്യനെ ഏറ്റിക്കൊണ്ടുവന്നു. അപ്പോഴത്തിന് ആ മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ട്. ഹബീബായ മനുഷ്യൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയുടെ ജനാസയിൽ പങ്കെടുത്തു. ഖബറിന്റെ അരികിൽ നിൽക്കുമ്പോൾ മുസ്തഫ നബി പറഞ്ഞു, മാറി നിന്നു. ഖബറിന്റെ അരികിൽ ഹബീബായ നബി മാറി നിന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് ചോദിച്ചു, എന്തേ നബിയെ നിങ്ങൾ മാറി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോൾ പറഞ്ഞു, റഅയത്തുൽ ഹൂറൈൻ തദ്ഖുലാനി ഖബറഹു വതൻസിയാനി കഫനഹു. ഞാൻ നോക്കുമ്പോൾ 2 ഹൂറലിങ്ങൾ സ്ത്രീകൾ നേരെ ഇയാളെ ഖബറിലേക്ക് കയറി വരുന്നത് ഞാൻ കണ്ടു. ഇയാളെ ഖബർ കഫൻ മാന്തി പൊളിച്ച് ഇയാളെ ചുംബിക്കാൻ ഒരുങ്ങുക. അത് ഞാനിങ്ങോട്ട് അവിടുന്ന് മാറിയതാണ് എന്ന് പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി. ഇവിടെ ഇമാം മുസ്ലിം ഈ ഹദീസ് അവസാനിക്കുന്നത് വലം യസ്ജുദു ലില്ലാഹി സജദതൻ വാഹിദ. ഒരു സുജൂദ് പോലും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. ചിന്തിക്കണം. ഈ ഹദീസ് അവസാനിപ്പിക്കുന്നു സ്വഹീഹ് മുസ്ലിം. ചിന്തിക്കണം. അമലാണോ ഈമാനാണോ അടിസ്ഥാനം ആലോചിക്കുന്നത്. ഇത് ഈമാൻ എന്തായാലും വേണ്ടില്ല. അത് രാവിലെ ലീഗാകാം, ഉച്ചക്ക് കോൺഗ്രസ് ആകാം, വൈകുന്നേരം തേളാകാം, അന്തിക്ക് പൂച്ചയാകാം. ഇങ്ങനെയൊക്കെ രാവിലെ സുന്നിയാകാം, ഉച്ചക്ക് മുജാഹിദാകാം, വൈകുന്നേരം കരിമണലാകാം, അത് കഴിഞ്ഞാൽ വേറെന്തെങ്കിലും ആകാം. ഇങ്ങനെ ആകുന്ന പരിപാടി ബഹുമാനപ്പെട്ട ദീനല്ല. അത് തോന്നിയത് പോലെയുള്ള ഒരു വിശ്വാസം അത് അല്ലാഹുവിന്റെ ദീനല്ല. ഈമാൻ എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായ സംഗതിയാണ്. അവിടെ ഹബീബായ റസൂലുള്ളാഹിന്റെ അതേ ഈ സ്വഹാബിയെ കുറിച്ച് റളിയല്ലാഹു അൻഹു എന്താണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം തങ്ങൾ സ്വഹീഹിൽ കൊടുത്തത്? അവിടെ ഹദീസ് വലം യസ്ജുദു ലില്ലാഹി സജദതൻ വാഹിദ. ഒരു സുജൂദ് പോലും ആ മനുഷ്യൻ ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ടും ആ മനുഷ്യനെ സ്വർഗീയ ലോകത്തേക്ക് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹുറല്യങ്ങൾ ആ മനുഷ്യന്റെ ഖബറിൽ വരികയും ആ മനുഷ്യന്റെ കഫൻ മാന്തി പൊളിച്ച് ആ മനുഷ്യനെ ചുംബിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നത് താൻ കണ്ടുവെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ അതാണ് അടിസ്ഥാനം. ഈമാൻ വെറുതെ കിട്ടുകയുമില്ല. ഈമാൻ
ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ മാർഗ്ഗത്തിൽ നിന്നാൽ മാത്രമേ ബഹുമാനപ്പെട്ട ഈമാൻ ലഭിക്കുകയുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരുപാട് അബദ്ധങ്ങൾക്ക് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട അബദ്ധം തബ്ലീഗ് ജമാഅത്ത് വഹാബിസത്തിന്റെ പ്രചാരണം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അത് നിഷേധിക്കാൻ അവർക്ക് സാധ്യമല്ല. എന്താണ് കേരളത്തിലെ വഹാബികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മുഴുവനും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ അഖിലേന്ത്യാ അമീറിന്റെ വിഷയം ഭാഷ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂർ റളിയല്ലാഹു അൻഹുവിന്റെ ചില വരികൾ ശിർക്കാണെന്ന് ഞങ്ങൾ പറയുന്നില്ലെങ്കിലും അത് ശിർക്കിനെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയും. ഇത് വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ട സംഗതിയാണ്. മുഅ്മിനീങ്ങളായ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്ന ഖബർ സിയാറത്ത്, ഖബറിന്റെ അരികിൽ പോയി അല്ലാഹുവിന്റെ മഹാൻ മഹത്തുക്കളായ മുഖറബീങ്ങളായ സാലിഹീങ്ങളുടെ ഖബറിന്റെ അരികിൽ പോയി അവരെ സിയാറത്ത് ചെയ്യുക, അവരെ തവസ്സുലാക്കുക, അവരിലേക്ക് ഇസ്തിഗാസ ചെയ്യുക, ഇതൊക്കെ മുസ്ലിം ലോകം ഇന്നും നിരാക്ഷേപം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന സത്യമാണ്. ഞാൻ പറയുന്നില്ല, ഞാൻ എടുത്തു പറയുന്നില്ല. ഇത് വളരെ ഗൗരവമായി നാം ചിന്തിക്കണം. ഈ വിഷയങ്ങളിലെല്ലാം സത്യത്തിൽ എന്താണോ മുജാഹിദിന്റെ ഭാഷ, ഈ ഭാഷ തന്നെയാണ് തബ്ലീഗ് ജമാഅത്ത് പുലർത്തിക്കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഈ രീതിയും ഈ പ്രവർത്തനവും ഈ വിശ്വാസവും മുസ്ലിം സമുദായത്തിന് അന്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെ പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും നാലാളെ കാണുമ്പോൾ പറഞ്ഞ സംഗതിയാണ് എന്ന് വിചാരിക്കേണ്ട. എനിക്ക് തബ്ലീഗുമായി ഒരു ബന്ധവുമില്ല. എനിക്ക് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തുമായി സമസ്തമായുമായിട്ടല്ലാതെ ഒരു ബന്ധവുമില്ല. എങ്കിൽ പിന്നെ ആരൊക്കെയോ മാസിക ഇറക്കി അവൻ പ്രാന്തനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചങ്ങാടിക്ക് പ്രാന്ത, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പ്രാന്താലയത്തിന്റെ കൂടാണത്. അല്ലെങ്കിൽ അവർക്ക് പ്രാന്ത്, അല്ലെങ്കിൽ AP വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. നിങ്ങൾ തക്ബീർ ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ വിചാരിക്കണ്ട. അങ്ങനെയൊന്നുമല്ല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തില്ല. ഉളുപ്പ്, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ്, ഉളുപ്പ് എന്നത്, ഉളുപ്പ് എന്നുള്ളത് അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല. വാക്ക് ഞാൻ പിൻവലിക്കാണ്. കാരണം കാന്തപുരത്തേക്ക് നല്ല മനുഷ്യന്മാരാ, അവർ നല്ലോരാ, അവർ സമസ്തന്റെ ആളുകളാണ്, അവർ മുത്തക്കങ്ങൾ സാലിഹ്യങ്ങളാണ്. അല്ല, നാട് ഞാൻ പറഞ്ഞില്ല. അയാൾക്കോ അയാൾ അനുയായികൾക്കോ ഉളുപ്പ് എന്ന 3 അക്ഷരം ഉണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തും? ഇയാൾ പറഞ്ഞതാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ നിന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ? അയാളും അയാളെ പേറിയവനും മാറും. അതെല്ലാരും മനസ്സിലാക്കണം, അതെല്ലാരും തിരിച്ചറിയും, അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിന് അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. എന്താ അള്ളാഹുവിന്റെ അടിസ്ഥാനം? എന്തിനാ ആലിമീങ്ങൾ പ്രവർത്തിക്കേണ്ടത്? എന്തിനാണ് അമ്പിയാ ഈ ലോകത്ത് വന്നത്? അമ്പിയാവ് വന്നത് വെറുതെ വേറെ പറയാനല്ല. എന്താ അമ്പിയാവിന്റെ ലക്ഷ്യം? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. തസ്കിയത്തില്ലാത്ത എന്ത് ആക്ടിവിറ്റീസ്, എന്ത് തസ്കിയത്തില്ലാത്ത സമൂഹം തോന്നിയാസം കാണിക്കുക, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് സിന്ദാബാദ് വിളിക്കുക, കുറെ ആളുകൾ അങ്ങോട്ട് തക്ബീർ ചെല്ലുക. എനിക്ക് ഓർമ്മയുണ്ട്, മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ടമൽ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ AP ബക്കർ മുസ്ലിയാർ എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ നേരെ മതിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നിരുന്നു. അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടമൽ ഉസ്താദ് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അതൊരു വർത്താനാണ്, അത് ആൺകുട്ടികളെ വാക്കാ. ഇന്നിപ്പോൾ അവിടെയുള്ളത്, ഇന്ന് അവരവിടെയുള്ളത് നല്ലോണം മനസ്സിലാക്കണം.